സോ നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 എന്ന് പറയാൻ പറ്റത്തില്ല, മൊഡ്യൂൾ 1ൻ്റെ ലാസ്റ്റ് പോർഷനാണ്. ബട്ട് മൊഡ്യൂൾ 2ൻ്റെ മൊഡ്യൂൾ 1ൻ്റെ ലാസ്റ്റ് പോർഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അതിൻ്റെ കണ്ടിന്യൂഷനാണ് മൊഡ്യൂൾ 2. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് ഇൻസ്റ്റൻറ്റേനിയസ് സെൻറ്റർ വെച്ച് നമ്മൾ ഒരു ലിങ്കിൻ്റെ വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള പ്രോബ്ലംസൊക്കെ ആയിരുന്നു നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷൻസിലൊക്കെ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡ് വെച്ച് നമ്മൾ ഇനി ഒരു ലിങ്കിൻ്റെ വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്ലൈഡ്, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ടു ബോഡീസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സോ നിങ്ങളിത് നമ്മൾ മെക്കാനിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. റിലേറ്റീവ് വെലോസിറ്റി എന്താണെന്ന് ഉള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ആരംഭത്തിൽ നമ്മൾ കാണുന്നത്. സോ റിലേറ്റീവ് വെലോസിറ്റീസ് ഓഫ് ടു ബോഡീസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സോ കൺസിഡർ ടു ബോഡീസ് എ ആൻഡ് ബി. എ ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി എ ആൻഡ് ബി ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി ബി ആൻഡ് ലെറ്റ് വി എ ഗ്രേറ്റർ ദാൻ വി ബി. ഓക്കെ, സോ അതാണ് ഇവിടെ പറയുന്നത്. കൺസിഡർ ടു ബോഡീസ് മൂവിങ് അലോങ് ടു പാരലൽ ലൈൻസ് ഇൻ ദ സെയിം ഡയറക്ഷൻ വിത്ത് അബ്സല്യൂട്ട് വെലോസിറ്റീസ് വി എ ആൻഡ് വി ബി സച്ച് ദാറ്റ് വി എ ഗ്രേറ്റർ ദാൻ വി ബി. രണ്ട് ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുന്നു. വി എയുടെ എ എന്ന ബോഡിയുടെ വെലോസിറ്റി വി എ, ബി എന്നുള്ള ബോഡിയുടെ വെലോസിറ്റി വി ബി. സോ ഇത് തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്തോ ചെയ്യുന്നത്, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി അല്ലേ. സോ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി നമ്മൾ എഴുതുന്നത് വി എ ബി എന്ന് പറഞ്ഞാണ്. സോ relative velocity of A with respect to B, that will be VAB equal to vector difference of VA and VB. VAയുടെയും VBയുടെയും വെക്റ്റർ ഡിഫറൻസ് എടുക്കുമ്പോഴാണ് നമുക്ക് VAB കിട്ടുന്നത്. എന്ന് വെച്ചാൽ വിയുടെ വെലോസിറ്റി മൈനസ് VBയുടെ വെലോസിറ്റി. ഓക്കെ, സോ അത് നമ്മൾ ഗ്രാഫിക്കലായിട്ട് നമ്മളെങ്ങനെ വരയ്ക്കും? ഗ്രാഫിക്കലായിട്ട് നമുക്ക് ഈ VAയും VBയും ഒരൊറ്റ ലൈൻ ഡയഗ്രത്തിൽ വരയ്ക്കാം. നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു കോമൺ പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യും. വി വിൽ കൺസിഡർ എ കോമൺ പോയിന്റ് ഒ എന്ന് പറഞ്ഞൊരു കോമൺ പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ദെൻ ഒയിൽ നിന്ന് നമുക്ക് വിയുടെ വെലോസിറ്റി അറിയാം. സോ ഒയിൽ നിന്നും ആ വിയുടെ വെലോസിറ്റി എത്രയാണോ ആ വാല്യൂ എടുത്ത് നമ്മൾ ഒ എ വരയ്ക്കുന്നു. സോ ഒ എ റെപ്രസെൻറ്റ്സ് ദ വെലോസിറ്റി ഓഫ് വി എ ആൻഡ് ഒ ബി റെപ്രസെൻറ്റ്സ് ദ വെലോസിറ്റി ഓഫ് വി ബി. സോ ഇത് തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി, ഇത് എയും ബിയും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി വി റെപ്രസെൻറ്റ് ബൈ വി എ ബി ഓർ വി ബി എ. വി എ ബി എന്ന് നമുക്ക് അതിനെ റെപ്രസെൻറ്റ് ചെയ്യാം, വി ബി എ എന്നും പറഞ്ഞ് നമുക്ക് റിലേറ്റീവ് വെലോസിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. വി എ ബി ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ വി എയുടെ വെലോസിറ്റിയിൽ നിന്നാണ് വി ബി കുറയ്ക്കുന്നത്. മനസ്സിലായോ? സോ ദിസ് ഈസ് വി എ ബി, ദാറ്റ് ഈസ് വി എ മൈനസ് വി ബി. വി എ ബി എന്ന് എഴുതുവാണെങ്കിൽ ആദ്യം കിടക്കുന്ന ആൽഫബറ്റ് ഏതാണെന്ന് നോക്കുക, എ ആണ്. എയുടെ വെലോസിറ്റി മൈനസ് ബിയുടെ വെലോസിറ്റി, അങ്ങനെയാണ് വി എ മൈനസ് വി ബി വരുന്നത്. ഓക്കെ, സോ ഇഫ് വി ആർ റൈറ്റിംഗ് വി ബി എ എങ്ങനെ വരും? ഇഫ് വി ആർ റൈറ്റിംഗ് വി ബി എ ദെൻ വി ക്യാൻ റൈറ്റ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു വി ബി മൈനസ് വി എ. ഓക്കെ, സോ വി ബി എ എന്ന് പറഞ്ഞ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എഴുതുവാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, വി ബി മൈനസ് വി എ എന്താണോ ദാറ്റ് ഈസ് എ റിലേറ്റീവ് വെലോസിറ്റി വി ബി എ. സോ ഇത് തമ്മിൽ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ സൈനിൽ വ്യത്യാസം വരും. ദാറ്റ് ഈസ് വി എ ബി ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് വി ബി എ, അതായിരിക്കും അത് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, സോ ഇങ്ങനെയാണ് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി നോർമലി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എഴുതിയിട്ടുണ്ട് ബി എ ബാർ ഈസ്വൽ ടു ഒ എ ബാർ മൈനസ് ഒ ബി ബാർ. ഒ എ ബാർ എന്ന് പറയുന്നത് ഒ എ ബാർ എന്നുള്ളത് ഇതാണ്, വി എ ആണ്. ഒ ബി ബാർ എന്നുള്ളത് വി ബി ആണ്. ഈ ബി എ ബാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാ? വി എ ബി ആണ്. കണ്ടോ, ഈ വി എ ബി ആണ് വെക്റ്റർ ഡിഫറൻസ് ഓഫ് വി എ ആൻഡ് വി ബി. അത് നമുക്ക് ഈ ഗ്രാഫിക്കലായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, ഒ ബി മൈനസ് ഒ എ, ഒ എ മൈനസ് ഒ ബി. ഒ എ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് പോയിൻ്റ് എ ആണ്, ഒ ബി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് പോയിൻ്റ് വി ആണ്. അപ്പോൾ നമുക്ക് ഗ്രാഫിക്കലായിട്ട് നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, വി ബി ബാർ വി എ ബി എന്നുള്ളതിനെ വെക്റ്റർ ഡിഫറൻസ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എ നമുക്കിങ്ങനെ എഴുതാം, ബി എ ബാർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒ എ ബാർ മൈനസ് ഒ ബി ബാർ. നമ്മൾ ജസ്റ്റ് ഇതിൽ മെക്കാനിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് നമ്മളൊന്ന് ഓർത്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത്, നൗ കൺസിഡർ ദ ബോഡി ബി മൂവിങ് ഇൻ ആൻ ഇൻക്ലൈൻഡ് ഡയറക്ഷൻ ആസ് ഷോൺ ഇൻ ഫിഗർ. കൺസിഡർ ദിസ് പോയിന്റ് എ മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി എ, ബി എന്നുള്ള ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റി ബി. സോ
The relative velocity of A with respect to B may be obtained by law of parallelogram of velocities or triangular law of velocities. സോ ഈ പാരലോഗ്രാം ലോയും ട്രയാങ്കുലർ ലോയും ഒക്കെ നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ രണ്ട് ബോഡീസ് ഉണ്ടെങ്കിൽ ഒന്നിൻ്റെ വെലോസിറ്റി വി എയും മറ്റേതിൻ്റെ വെലോസിറ്റി വി ബിയും ആണെങ്കിൽ അത് തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ട്രയാങ്കുലർ ലോ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഉപയോഗിക്കാറുണ്ട്. സോ അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വി എയും ഇത് വി ബിയും ആണെങ്കിൽ നമ്മൾ അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളത് രണ്ടും ഒരു കോമൺ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഒരു കോമൺ പോയിന്റ് ഒ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ഒയിൽ നിന്ന് നമ്മൾ വി എയുടെ വാല്യൂ എത്രയാണോ ആ വാല്യൂ എടുത്ത് നമ്മൾ വി എ വരയ്ക്കുന്നു. അടുത്തത് വി ബിയുടെ വാല്യൂ എത്രയാണോ ഒയിൽ നിന്നും ആ വി ബിയും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ദെൻ നമുക്ക് ഈ എയും ബിയും നമുക്കറിയാം, എൻ പോയിൻറ്റ്സ് എല്ലാം നമുക്കറിയാം. സോ നമ്മളിനി അടുത്തായിട്ട് ചെയ്യുന്ന അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ ഈ എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചു. സോ ദിസ് ലൈൻ റെപ്രസെൻറ്റ്സ് ദ റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബിയും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റിയാണ് ഈ ഒരു ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഇങ്ങോട്ടാണ് വി എ ബി മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്നാണ് വി എ ബിയെ നമ്മൾ പറയുന്നത്. സോ ഈ വി എ ബി നമ്മൾ ആരോ മുകളിലോട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആദ്യത്തെ ടേം നോക്കുക, എ ആണ് അല്ലേ. വി എ ബിക്കകത്തെ ആദ്യത്തെ ടേം എ ആണ്, സെക്കൻഡ് ടേം ആണ് ബി എ. സോ സോ നമ്മൾ നോക്കുന്നു, ഇപ്പം നമ്മൾ വി എ ബി എന്നാണ് എഴുതുന്നതെങ്കിൽ എയുടെ ഡയറക്ഷനിലോട്ട് വേണം ആരോ ഹെഡ് കാണിക്കാൻ, മനസ്സിലായല്ലോ. സോ അതുകൊണ്ടാണ് നമ്മൾ വി എ ബി മുകളിലോട്ട് വരച്ചത്. സോ നമ്മളിപ്പോൾ വി ബി എ എന്നാണ് ഇത് എഴുതുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടേം നോക്കുന്നു ബി ആണ്, ഫസ്റ്റ് ടേം ബി ആയതുകൊണ്ട് നമ്മൾ ബിയുടെ ഡയറക്ഷനിലോട്ട് വേണം ആരോ ഹെഡ് കാണിക്കാൻ. അതുകൊണ്ടാണ് ബി എയുടെ ഡയറക്ഷൻ നമ്മൾ താഴോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഈ എൻ പോയിൻറ്റ്സ് ബിയും എയും ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരു ലൈനാണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇനി അതിൻ്റെ ഡയറക്ഷനാണ് ഈ പറഞ്ഞത്. ഇപ്പം നമ്മൾ വി എ ബി എന്നാണ് എഴുതുന്നതെങ്കിൽ ഫസ്റ്റ് ടേം നോക്കുന്നത് എ ആണ്. സോ എയുടെ ഡയറക്ഷനിലോട്ട് ആരോ ഹെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇനി വി ബി എ എന്നാണ് പറഞ്ഞ് എഴുതുന്നതെങ്കിൽ ഫസ്റ്റ് ടേം നോക്കുന്നത് ബി ആണ്. സോ എയിൽ നിന്ന് ബിയുടെ ഡയറക്ഷനിലോട്ട് ആരോ ഹെഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഡയറക്ഷൻസ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി എ ബി ആണ്. വി എ ബിയുടെ വാല്യൂ ഏതാ? വി എ ബി ആണ്. വി എ ബി എന്നുള്ള ഏതാ? ബി തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ്. അതാണ് വി എ ബി ഈക്വൽ ടു ബി എ ബാർ എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. വി എ ബി ഈക്വൽ ടു ബി എ ബാർ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്തുവാ? വി എ മൈനസ് വി ബി. വി എയുടെ വാല്യൂ എന്തോ? ഒ തൊട്ട് എ വരെ, അതാണ് ഒ എ എന്ന് എഴുതിയിരിക്കുന്നത്. വി ബിയുടെ വാല്യൂ എന്തുവാ? വി ബി എന്നുള്ളത് ഒ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് വി ബി. അതുകൊണ്ട് ഒ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസാണ് വി ബി. അതുകൊണ്ട് ഇതിനെ ഒ എ മൈനസ് ഒ ബി എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ മതി, ഈ വി എ ബി എന്ന് പറയുന്നത് ബി എ ബാർ ആണ്, വി എ എന്ന് പറയുന്നത് ഒ എ ആണ്, വി ബി എന്ന് പറയുന്നത് ഒ ബി ആണ്. സോ നമുക്ക് ഇങ്ങനെയും നമുക്ക് ഇതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സിമിലർലി ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എഴുതുവാണെങ്കിൽ ആദ്യത്തെ ടേം നോക്കുന്നു ബി ആണ്. അതുകൊണ്ട് നമ്മൾ വി ബി മൈനസ് വി എ എന്ന് പറഞ്ഞാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഗ്രാഫിക്കലായിട്ട് ഇതിനെ എങ്ങനെ എഴുതാം? വി ബി എ എന്നാണ് കിടക്കുന്നത്. വി ബി എ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്ന ബി ആണ് അല്ലേ. സോ ഈ വി ബി എ എന്നുള്ള ടേമിനെ നമുക്ക് എ ബി ബാർ എന്ന് എഴുതാം. അതുകൊണ്ട് നമ്മളിങ്ങനെ എഴുതി എ ബി ബാർ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്തുവാ? വി ബി ബാർ മൈനസ് വി എ ബാർ. വി ബി ബാറിൻ്റെ വാല്യൂ എന്തുവാ? വി ബി ബാർ എന്ന് പറയുന്നത് ഒയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ എൻഡ് ചെയ്യുന്ന ടേമാണ് വി ബി ബാർ അല്ലേ. സോ അതിനെ നമുക്ക് ഒ ബി എന്ന് എഴുതാം. വി ബി ബാറിനെ നമുക്ക് ഒ ബി എന്ന് എഴുതാം. വി എ ബാർ എന്തുവാ? വി എ ബാർ എന്ന് പറയുന്നത് ഒ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ഒ ബി ബാർ മൈനസ് ഒ എ ബാർ എന്ന് നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കലായിട്ട് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. രണ്ട് പോയിൻറ്റ്സുകൾ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഫ്രം above we conclude that the relative velocity of a point A with respect to B and the relative velocity of a point B with respect to A are equal in magnitude and opposite direction. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഇത് രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് വി എ ബി ആണെങ്കിലും വി ബി എ ആണെങ്കിലും രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അതിൻ്റെ ഡയറക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. വി എ ബിയുടെ നെഗറ്റീവ് ആയിരിക്കും വി ബി എ. സോ ആ ഡയറക്ഷൻസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ.
ഇനി അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മോഷൻ ഓഫ് എ ലിങ്ക്. അപ്പം ഇതിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. കൺസിഡർ 2 points A and B ഓൺ എ റിജിഡ് ലിങ്ക് എ ബി ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതൊരു റിജിഡ് ബോഡിയാണ്. അപ്പോൾ ഇതിലെ 2 പോയിൻറ്റ്സ് എയും ബിയും നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് വൺ ഓഫ് ദി എക്സ്ട്രിമിറ്റീസ് എന്ന് വെച്ചാൽ ബി ഓഫ് ദ ലിങ്ക് മൂവ്സ് റിലേറ്റഡ് ടു എ ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ ബി എന്നുള്ള പോയിന്റിൽ നമ്മളൊരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കൊടുക്കുന്നു. അതാണ് ഈ ഒമേഗ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ. വെലോസിറ്റി ഓഫ് എനി പോയിന്റ് ഓൺ എ ലിങ്ക് വിത്ത് റെസ്പെക്ട് ടു അനദർ പോയിന്റ് ഓൺ ദ സെയിം ലിങ്ക് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ് ദീസ് പോയിന്റ്സ് ഓൺ ദ കോൺഫിഗറേഷൻ ഓർ സ്പേസ് ഡയഗ്രാം. എന്ന് വെച്ചാൽ ഇത്രേ പറയുന്നുള്ളൂ. നമ്മൾ എ എന്നുള്ള പോയിൻറ്റിന് പ്രത്യേകിച്ച് വെലോസിറ്റി ഒന്നുമില്ല. ബി എന്നുള്ള പോയിൻറ്റിൻ്റെ ഒരു ആംഗുലർ വെലോസിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇത് തമ്മിലുള്ള എയും ബിയും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ എയും ബിയും തമ്മിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വെലോസിറ്റി ഓഫ് എനി പോയിൻറ്റ് ഓൺ എ ലിങ്ക് വിത്ത് റെസ്പെക്ട് ടു അനദർ പോയിൻറ്റ് ഓൺ ദ സെയിം ലിങ്ക്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ നോക്കുക, വെലോസിറ്റി ഓഫ് ദ പോയിൻറ്റ് ബി അല്ലേ, ഈ പോയിന്റ് വെലോസിറ്റി ഓഫ് എനി പോയിന്റ് ഓൺ എ ലിങ്ക് വിത്ത് റെസ്പെക്ട് ടു അനദർ പോയിന്റ് ഓൺ ദ സെയിം ലിങ്ക് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ് ദീസ് പോയിന്റ്സ് ഓൺ ദ കോൺഫിഗറേഷൻ ഓഫ് ദ സ്പേസ് ഡയഗ്രാം. എയും ബിയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ എന്ന് വെച്ചാൽ ഈ ലൈനാണ്. സോ ഇതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇതിൽ ആക്ട് ചെയ്യുന്ന റിലേറ്റീവ് വെലോസിറ്റി ഇതിൻ്റെ വി ബി എ എന്നുള്ള റിലേറ്റീവ് വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ഇതൊരു ലിങ്ക, എ ബി എന്നുള്ള ലിങ്ക. ഈ എ ബിയിൽ ഒരു ആംഗുലർ വെലോസിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് വെച്ചാൽ വി ബി എ നമുക്കിങ്ങനെ എഴുതാം. വി ബി എ എന്ന് പറയുന്നത് കണ്ടോ, ഇത് കണ്ടോ, ഈ ഒരു ലിങ്കിനോട്, ഈ എ ബി എന്നുള്ള ലിങ്കിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതാണ് അപ്പുറത്തെ സ്ലൈഡിൽ പറയുന്നത്. കണ്ടോ, ഇതുണ്ട് വി ബി എ എന്ന് പറയുന്ന ഇതിൻ്റെ ഈ വരച്ചിരിക്കുന്ന ഈ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ എ ബി എന്നുള്ള ലിങ്കിനോട് പെർപെൻഡിക്കുലറാണ്. ഇവിടെ കണ്ടോ, ഈ ലൈന് ഈ എ ബി എന്നുള്ള ഈ ലിങ്കിൻ്റെ ലൈനിനോട് പെർപെൻഡിക്കുലറാണ്. അതാണ് അവിടെ കഴിഞ്ഞ സ്ലൈഡിൽ പറയുന്നത്. വെലോസിറ്റി ഓഫ് എനി പോയിന്റ് ഓൺ എ ലിങ്ക് വിത്ത് റെസ്പെക്ട് ടു അനദർ പോയിന്റ് ഓൺ ദ സെയിം ലിങ്ക് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ജോയിനിങ് ദീസ് പോയിന്റ്സ് ഓൺ ദ കോൺഫിഗറേഷൻ ഓർ സ്പേസ് ഡയഗ്രാം. അപ്പം ഇത് പോയിൻ്റ് എയും ഇത് പോയിൻ്റ് ബിയും ആണെങ്കിൽ ഈ എൻഡ് ബിയിൽ നമ്മളൊരു ആംഗുലർ വെലോസിറ്റി കൊടുക്കുകയാണെങ്കിൽ ഈ എയും ബിയും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി വി ബി എ എന്ന് പറയുന്നത് ഈ എ ബി എന്നുള്ള ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ റിലേറ്റീവ് വെലോസിറ്റിയുടെ വാല്യൂ വി ബി എ എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു എ ബി ആയിരിക്കും. ഒമേഗ എന്ന് പറയുന്നത് ഈ ആംഗുലർ വെലോസിറ്റിയാണ്. എ ബി എന്നുള്ളത് ഈ ഒരു ലിങ്കിൻ്റെ ലെങ്താണ്. സോ ഈ രീതിയിലായിരിക്കും നമ്മൾ രണ്ട് പോയിൻറ്റ്സുകൾ തമ്മിലുള്ള ഒരു ലിങ്കിലുള്ള 2 പോയിൻറ്റ്സുകൾ തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അതേ നോക്കിക്കേ, ഈ എ ബി എന്നുള്ള ലിങ്കിൽ മറ്റൊരു പോയിൻറ്റ് സി ഞാൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ വെലോസിറ്റി ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു എ അല്ലേ, വെലോസിറ്റി ഓഫ് സി എന്ന് വെച്ചാൽ ഈ പോയിൻ്റ് ഈ എ ബി എന്നുള്ള ലിങ്കിൽ ഒരു പോയിൻ്റ് ഞാൻ സി കൺസിഡർ ചെയ്യുന്നു. ഈ ബി എന്നുള്ള ഈ ലിങ്കിന് ഓൾറെഡി ഒരു ആംഗുലർ വെലോസിറ്റി ഒമേഗ റൊട്ടേഷൻ ഉണ്ട്. എ എന്ന് പറയുന്ന പോയിൻറ്റിന് പ്രത്യേകിച്ച് റൊട്ടേഷനൊന്നുമില്ല. ബട്ട് ഈ എൻ പോയിൻറ്റ് ബിയിൽ നമ്മൾ റൊട്ടേഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ. സോ ഈ എൻ പോയിൻറ്റ് ബി റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങോട്ട് ഈ ഒരു ആംഗുലർ വെലോസിറ്റി ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ഈ ആംഗുലർ വെലോസിറ്റിയിൽ ഈ എൻ പോയിൻറ്റ് ബി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പോയിൻ്റ് സിക്കും അതിനനുസരിച്ചൊരു മൂവ്മെൻ്റ് ഉണ്ട് അല്ലേ. സോ നമ്മളിവിടെ ചെയ്യുന്ന എന്താ, നമുക്ക് വെലോസിറ്റി ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു എ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ വി സി എ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം വി സി എ എന്ന് പറയുന്നത് ഈ സി എ എന്നുള്ള ലിങ്കിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു വെലോസിറ്റിയുടെ കമ്പോണൻറ്റ് ഈ സി എ എന്നുള്ള ലിങ്കിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മാത്രമല്ല ഈ വി സി എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു ഈ സി എ എന്നുള്ള ഡിസ്റ്റൻസ്, അതാണ് ഈ വി സി എയുടെ വാല്യൂ. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ആംഗുലർ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ലിങ്ക്സിലെ 2 പോയിൻറ്റുകൾ നമുക്കറിയാമെങ്കിൽ അത് തമ്മിലുള്ള ആംഗുലർ വെലോസിറ്റി നമുക്ക് ഈ രീതിയിൽ കണ്ടുപിടിക്കാം. സോ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് വെച്ചാണ് നമ്മൾ ഇനിയുള്ള പ്രോബ്ലം എല്ലാം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് എങ്ങനെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ ഏറ്റവും സമപ്പായിട്ട് ഞാൻ പറയാം. ഒരു ലിങ്ക് എ ബി എന്നുള്ള ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്കിൽ
നമ്മളൊരു ആംഗുലർ വെലോസിറ്റി നമ്മൾ കൊടുക്കുക. ആ ആംഗുലർ വെലോസിറ്റി ഒമേഗ ആണെങ്കിൽ, സോ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, എയും ബിയും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി വി ബി എ എന്ന് പറയുന്നത് ഈ എ ബി എന്നുള്ള ലിങ്കിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു ഈ എ ബി ഡിസ്റ്റൻസ് ആയിരിക്കും. സിമിലർലി ഈ എയുടെയും ബിയുടെയും ഇടയ്ക്കത്തെ ഏതെങ്കിലും ഒരു പോയിന്റ് സി ഞാൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ആ സി എന്നുള്ള പോയിന്റിലെ വെലോസിറ്റി ഓഫ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു എയും സിയും തമ്മിലുള്ള റിലേറ്റീവ് വെലോസിറ്റി ഈ സി എ എന്നുള്ള ലിങ്കിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. മാത്രമല്ല അതിൻ്റെ വാല്യൂ ഈ ഒമേഗ ഇൻറ്റു ഈ എ സി ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇത് വേറെ ഒരു ഫിഗറിൽ കാണിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ നോക്കിക്കേ, ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് വെച്ചാൽ ഈ ഫിഗർ കണ്ടോ, ഈ ഫിഗറിൽ എ ബി ഉണ്ട്, എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ബി എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ്, അതിനിടയ്ക്ക് ഒരു സി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ലിങ്കിന് ഒരു ആംഗുലർ വെലോസിറ്റി കൊടുത്തിട്ടുണ്ട്. ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ വി ബി എ ഈസ് റെപ്രസെൻറ്റഡ് ബൈ വെക്റ്റർ എ ബി ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ എ ബി ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതുകൊണ്ടോ, ഈ വി ബി എ എന്ന് പറയുന്നത് ഈ എ ബി എന്നുള്ള ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും. മനസ്സിലായോ? സോ ഈ വി ബി എ ഇങ്ങോട്ട് ഞാൻ മാറ്റി വരച്ചിരിക്കുക. വി ബി എ ഈ സെയിം വാല്യൂ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്നുള്ളത് ഈ എ ബി എന്നുള്ള ലിങ്കിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഈ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് ഈ വി ബി എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അപ്പോൾ നമ്മുടെ വെലോസിറ്റി എന്തുവാ? വെലോസിറ്റി ഒരു വെക്ടറാണ്. വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന റിലേറ്റീവ് വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് ഈ എ ബിയോട് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത്. മനസ്സിലായല്ലോ? നമ്മുടെ ലിങ്ക് ഏതാ? നമ്മുടെ ലിങ്ക് എ ബി എന്നുള്ള ലിങ്ക് ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന റിലേറ്റീവ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ എ ബി എന്നുള്ള ലിങ്കിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ലൈൻ റെപ്രസെൻറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ റിലേറ്റീവ് വെലോസിറ്റി വി ബി എ. മനസ്സിലായോ? ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെറ്റ് ഒമേഗ ഈസ് ആംഗുലർ വെലോസിറ്റി ഓഫ് ദ ലിങ്ക് എ ബി അബൌട്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഈ ഒരു ലിങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒമേഗ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുക. വി നോ ദാറ്റ് ദ വെലോസിറ്റി ഓഫ് ദ പോയിന്റ് ബി വിത്ത് റെസ്പെക്ട് ടു എ ഈസ് വി ബി എ ഈസ് ഇക്വൽ ടു എ ബി ബാർ ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എ ബി. സോ നമുക്കറിയാം വെലോസിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. വെലോസിറ്റിയുടെ ഡയറക്ഷനാണ് ഇതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വി ബി എ എന്നുള്ളത് കൊണ്ട് ഈ ഒരു ഡയറക്ഷൻ എന്ന് വെച്ചാൽ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഈ ലൈൻ വി ബി എ വരച്ചു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ ആക്ട് ചെയ്യുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷനാണ്. ഇനി ഈ വെലോസിറ്റിക്ക് ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട് അല്ലേ? ആ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും? ആ മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. വി ബി എ ഇസിക്കൽ ടു എ ബി ഇസിക്കൽ ടു ഒമേഗ ഇൻറ്റു എ ബി. സോ നമുക്കിവിടെ ഒരു ആംഗുലർ വെലോസിറ്റി ഉണ്ടല്ലോ, ആ ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ഈ എ ബി എന്നുള്ള ലിങ്കിൻ്റെ ലെങ്ത്ത്, അതാണ് ക്യാപിറ്റൽ എ ബി കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒമേഗ ഇൻറ്റു എ ബി ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ വെച്ച് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈനാണ് ഈ ലൈൻ എ ബി എന്നുകൊണ്ട് എ ബി ബാർ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കണ്ടോ, എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ്. സോ ദിസ് ലൈൻ റെപ്രസെൻറ്റ്സ് എ തൊട്ട് ബി വരെയുള്ള ഈ ഡിസ്റ്റൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ വി ബി എ എന്നുള്ള ലിങ്കിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇതിൻ്റെ ഡയറക്ഷനാണ് ഈ ഒരു ആരോ ഹെഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് വി ബി എ. ആ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒമേഗ ഇൻറ്റു എ ബി എന്നുള്ള ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കിട്ടും. ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഈ ഫോർമുല അറിഞ്ഞിരിക്കുക. ഓക്കെ, സിമിലർലി ദ വെലോസിറ്റി ഓഫ് എനി പോയിന്റ് സി ഓൺ എ ബി വിത്ത് റെസ്പെക്ട് ടു എ ഈസ് ഗിവൺ ബൈ വി സി ഐ ഇസിക്കൽ ടു എ സി ബാർ ഇസിക്കൽ ടു ഒമേഗ ഇൻറ്റു എ സി. ഇനി നമുക്ക് മറ്റൊരു പോയിന്റ് സി കൺസിഡർ ചെയ്യുവാണെങ്കിൽ സിയിലെ എ ബേസ് ചെയ്ത് സിയുടെ റിലേറ്റീവ് വെലോസിറ്റി എങ്ങനെ വരും? അതിനെ നമ്മൾ വി സി എ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എ സി. കഴിഞ്ഞ ഇതിൽ നമ്മൾ കണ്ടതുപോലെ വി സി എ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എ സി. സോ ഇതാണ് ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ വി സി എയുടെ ഡയറക്ഷനാണ് ഞാനിവിടെ ഈ വരച്ചിരിക്കുന്നത്. കണ്ടോ, ഈ വി സി എയുടെ ഡയറക്ഷൻ കണ്ടോ എങ്ങനെയാണ് വരുന്നത്? ഈ സി എ എന്നുള്ള ലിങ്കിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ വി സി എ ആക്ട് ചെയ്യുന്നത്. ഈ വി സി എയുടെ മാഗ്നിറ്റ്യൂഡ് എന്തുവാ?
വി സിയുടെ മാഗ്നിറ്റ്യൂഡാണ് ഒമേഗ ഇൻറ്റു എ സി. ഒമേഗ എന്ന് പറയുന്നൊരു വാല്യൂ കാണും, നമുക്ക് ക്വസ്റ്റ്യൻ തരും. അതേ ഇൻറ്റു ഈ എ സി എന്നുള്ള ലിങ്കിൻ്റെ ഡിസ്റ്റൻസ്, അതാണ് ഈ വി സിയുടെ മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ സി എയോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ വി സി എ ആക്ട് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ ഡയറക്ഷൻ. സിമിലർലി ഈ വി ബി എ എന്നുള്ളതിൻ്റെ ഡയറക്ഷൻ ഏതാ? ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ എ ബി എന്നുള്ള ലിങ്കിനോടുള്ള പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ് ഈ വി ബി എ ആക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഒമേഗ ഇൻറ്റു എ ബി. സോ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സോ വി സി എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു എ സി ആണ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും. വി സി എ by VBA, that will be equal to AC bar by AB bar, that will be equal to omega AC by omega AB. ഇവിടെ ഒമേഗയും ക്യാൻസൽ ആയി പോകും. സോ AC by AB എന്ന് കിട്ടും. മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ദ, കണ്ടോ, ഈ വി സി എ എന്നുള്ള relative velocity of C with respect to A divided by relative velocity of B with respect to A, that will be equal to the ratio of AC by AB. ഈ ലിങ്കുകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനോട് പ്രൊപ്പോർഷണലായിട്ടായിരിക്കും അതിൽ ആക്ട് ചെയ്യുന്ന ലിങ്കുകളുടെ റിലേറ്റീവ് വെലോസിറ്റി ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ദസ് വി സീ ദാറ്റ് ദ ഇക്വേഷൻ ഫ്രം ഇക്വേഷൻ 3 ദ പോയിന്റ് C ഓൺ ദ വെക്ടർ AB ഡിവൈഡ്സ് ഇറ്റ് ഇൻ ദ സെയിം റേഷ്യോ ആസ് C ഡിവൈഡ്സ് ദ ലിങ്ക് AB. സോ ഈ റിലേഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കുക. ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വി സി എ ബൈ വി ബി എ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒമേഗ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എ സി ബൈ എ ബി. ഈ ഇവിടെ നോക്കിക്കേ, വി സി എ എന്ന് വെച്ചാൽ ഇത് വി സി എ ബൈ വി ബി എ അല്ലേ, ഇത് തമ്മിലുള്ള റേഷ്യോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്തുവാ പറയുന്നത്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു എ സി ബൈ എ ബി. എ തൊട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ്. സോ ഈ ലിങ്കിൻ്റെ ലെങ്ത്തിനോട് പ്രപ്പോർഷണലായിട്ടായിരിക്കും അവിടെ ആക്ട് ചെയ്യുന്ന റിലേറ്റീവ് വെലോസിറ്റീസ്. അതാണ് ഈ ഫോർമുല, ഈ ഒരു സ്മോൾ ഡെറിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തൽക്കാലം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ തിയറി അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്കൊരു പ്രോബ്ലം നോക്കാം. ആ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യം കുറച്ചുകൂടെ വ്യക്തമായിട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു.